ഇൻസൈറ്റ് കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിൻ്റെ, ഉത്കണ്ഠയുടെ, വിഷാദങ്ങളൊക്കെ ഉളവാകുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ദീർഘമാസങ്ങളായി ഈ കൊറോണ വൈറസിൻ്റെ വ്യാപ്തികൾ വർദ്ധിക്കുകയാണ്. ജനലക്ഷങ്ങൾ ഇതിനോടകം വിവിധ രാജ്യങ്ങൾ ഉൾപ്പെടെ മരണം വരിച്ചു കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നും ഉള്ളൊരു ഭയം ഉണ്ട്. മരണഭയമാണ്. എനിക്ക് ഈ വലിയ രോഗം പിടിപെടുമോ എന്ന് ശങ്കിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന അവസ്ഥകളുണ്ടാകുന്നു. ആ പ്രതികൂലങ്ങളെയൊക്കെ നമുക്ക് എത്രമാത്രം താങ്ങുവാനായിട്ടിന്ന് സാധിക്കുന്നുണ്ട്. എന്നിട്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് മനുഷ്യരിൽ ഏറി വരികയാണ്. ആ മാനസിക സംഘർഷങ്ങൾ ചിലരിൽ വളരെ ആഴമേറിയ ഉത്കണ്ഠയ്ക്കിടയായിത്തീരുന്നു. ചിലരെ സംബന്ധിച്ച് ഈ മാനസിക സംഘർഷങ്ങൾ തുടർച്ചയായി വരുമ്പോൾ അതൊരു ഡിപ്രഷനിലേക്ക്, വിഷാദങ്ങളിലേക്കും വിഷാദ രോഗാവസ്ഥയിലേക്കുമായി മാറ്റപ്പെടുന്നുണ്ട്. ഇന്ന് ഒന്നാം ഭാഗമായി നമുക്ക് എപ്രകാരം ഈ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന്, മെൻ്റൽ സ്ട്രെസ്സിൽ നിന്ന് കരകയറുവാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് മാനസിക സംഘർഷത്തെക്കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും എല്ലായ്പ്പോഴും നല്ലതാണ്. അപ്പോൾ അവിടെ വാട്ട് ഈസ് സ്ട്രെസ്, എന്താണ് ഈ മാനസിക സമ്മർദ്ദം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ട്രെസ്സിനെക്കുറിച്ച്, സമ്മർദ്ദത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ പരീക്ഷ എഴുതുവാനായി ആഗ്രഹിക്കുന്ന കുട്ടി വേണ്ടവണ്ണം നല്ലവണ്ണം പരീക്ഷ എഴുതിയില്ല, പഠിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നാളത്തേക്കുള്ള സ്കൂളിൽ പോകേണ്ട ബസ് വന്നു. ആകപ്പാട് തത്രപ്പാടാകുന്നു, മാനസികമായിട്ട് ഒരുങ്ങിയിട്ടില്ല. ഇപ്പോൾ തന്നെ ബസ് വരുന്നു. ഈ തത്രപ്പാടോടെ മനസ്സിൻ്റെ ഒരു വലിയ വെപ്രാളത്തോടുകൂടിയാണ് ബസ്സിൽ കയറുന്നത്. താമസിക്കുന്നു, മനസ്സ് ഏകാഗ്രമാക്കുന്നില്ല. അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുന്നു, പരീക്ഷ എഴുതുന്നു. ഈ മനസ്സിൻ്റെ അകത്തെ ആന്തരികമായ ആ സംഘർഷങ്ങൾ വേണ്ടവണ്ണം നല്ലവണ്ണം ആ എക്സാം എഴുതുവാനായിട്ട് സാധിക്കാതെ വരുന്ന അനുഭവത്തിലേക്ക് പോവുകയും അവന് ഉളവായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അവൻ്റെ ശരീരഭാവത്തിൽ കൂടെ അത് പ്രകടമാകുകയും ചെയ്തു. അതുകൊണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരേ സമയം ശരീരത്തിനും മനസ്സിലും ഉളവാകുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് വളരെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന വ്യക്തികളിൽ പെട്ടെന്ന് രോഗാവസ്ഥകൾ ഉളവാകുന്ന സംജാതമാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നല്ലവണ്ണം ഉറപ്പുള്ള നല്ല ജോലിയിൽ കൂടെ മുമ്പോട്ട് പോവുകയായിരുന്നു, പെട്ടെന്ന് ലോസ് ഓഫ് ജോബ്, ജോലി നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം, ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന അവസ്ഥകളിൽ സമ്മർദ്ദങ്ങൾ പെട്ടെന്നുളവാകും. ഇന്നത്തെ മനുഷ്യർക്ക് പണ്ടുള്ളതായ പഴയ തലമുറകളേക്കാൾ ഈ സമ്മർദ്ദം ഇന്ന് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, ജീവിതത്തിൻ്റെ നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ദർശനങ്ങൾക്കൊക്കെ ഇന്ന് ഒത്തിരി വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളിൽ എൻ്റെ മാനസിക ഊർജത്തിൻ്റെ അളവ് വളരെ കുറവാണ്. പഴയ തലമുറ എത്രമാത്രം മെൻ്റൽ എനർജിയിലായിരുന്നു അവർ ജീവിച്ചതു. അവർ ഒരു കാർഷിക സെറ്റപ്പിലൊക്കെ ജീവിച്ച് പ്രവർത്തിച്ചു. അവരുടെ ശാരീരികമായിരിക്കുന്ന വളരെ ശക്തമായിരിക്കുന്ന സ്വാധീനങ്ങൾ, വ്യായാമ മുറകൾ, അവർക്ക് മണ്ണിൽ അധ്വാനിച്ചൊക്കെ പോകേണ്ടി വന്നപ്പോൾ അവരനുഭവിച്ച സമ്മർദ്ദങ്ങൾ കുറച്ചൊക്കെ റിലീസായി പോകുവാനായിട്ട് സാധിച്ചു.
നമുക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു. കുടുംബകാര്യങ്ങളെക്കുറിച്ച്, സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ചൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരേറെ അധ്വാനിക്കുന്നവരായിരുന്നു, ശാരീരിക വ്യയം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെസ്സ് അവരറിഞ്ഞും അറിയാതെയുമായിട്ട് ഒത്തിരി റിലാക്സായിട്ട് പോകുവാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇന്നിൻ്റെ തലമുറകൾക്ക് അല്പം കാര്യങ്ങൾ മതി, അവൻ്റെ മനസ്സിൻ്റെതായ അവരുടെ താളങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അത് മനസ്സിനെ ബാധിക്കുന്നു, ഉടൻ തന്നെ ശരീരത്തിലേക്ക് അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. സാധാരണയായി മാനസിക സമ്മർദ്ദത്തെ, മെൻ്റൽ സ്ട്രെസ്സിനെ 3 ഘട്ടമുണ്ടെന്നാണ് പറയുന്നത്. 1-ാം ഘട്ടത്തിൽ അപകട സൂചനയായിട്ട് ശരീര മനസ്സുകളിൽ ഒരുതരം തളർച്ച അനുഭവപ്പെടുന്നു. ശാരീരിക രോഗങ്ങളൊന്നും കാണപ്പെടാതെയുള്ളതായ ഒരു തളർച്ച ഈ ഘട്ടത്തിലെ പ്രത്യേകതയാണ്. 2-ാം ഘട്ടം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ നേരിടാൻ തക്കവണ്ണം വ്യക്തി സ്വന്തം കഴിവുകളെ വർദ്ധിപ്പിച്ച് പ്രതിരോധത്തിന് മുതിരുന്നു. എന്നാൽ ഈ പ്രതിരോധ മുറകൾ കൂടുതൽ തന്നെ ക്ഷയിപ്പിക്കാനായിട്ട് ഇടയാകുന്നു. അങ്ങനെ 2-ാം ഘട്ടം അപകടകരമാം വിധം 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3-ാം ഘട്ടത്തിൽ ഈ പ്രതിരോധ ശക്തി കുറയുകയും ശാരീരികമായും മാനസികമായും ക്ഷീണിക്കുകയും ചെയ്യുന്നു. ചില അസുഖങ്ങളും ചിലപ്പോൾ ഇത്തരണത്തിൽ പിടിപെടാനായിട്ട് ഇടയായിത്തീരാറുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള 3 സ്റ്റേജസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. യാതൊന്നും പ്രവർത്തിക്കുവാനുള്ളതായ ഉത്സാഹമോ താല്പര്യമോ ഉണ്ടാകുന്നില്ല. വസ്തുനിഷ്ഠമായിട്ട് യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാനോ മനസ്സിലാക്കാനായിട്ടുള്ള, ബുദ്ധിപരമായി മനസ്സിലാക്കാനുള്ള കാര്യശേഷി നഷ്ടപ്പെടുന്നു. അടിക്കടി മെൻ്റൽ സ്ട്രെസ്സ് ആവിർഭവിക്കുകയും പഴയതെല്ലാം പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പരിഹരിക്കപ്പെടാതെ അതങ്ങനെ അവിടെ ഡിപ്പോസിറ്റായിട്ട് കിടക്കുകയും ചെയ്യുന്നു. ചിലരെ സംബന്ധിച്ച് വളരെ നീണ്ടു നിൽക്കുന്നതായ ഈ സംഘർഷം വിവിധ ശാരീരികമായ രോഗങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായി തീരാറുണ്ട്. ദീർഘനാളുകൾ നിലനിൽക്കുന്നതായ മൈഗ്രെയിൻ, പെപ്റ്റിക് അൾസർ, അങ്ങനെയുള്ളതായ രോഗങ്ങൾ, ടെൻഷൻ, ഹെഡേക്ക്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിരന്തരമായി നിൽക്കുന്നതായ ഈ തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ, ചിലരെ സംബന്ധിച്ച് ആസ്മ, ഉറക്കമില്ലായ്മ, ഇത്തരത്തിലൊക്കെ ഉളവാകുന്നുണ്ട്. ഇതൊക്കെ ഈ മെൻ്റൽ സ്ട്രെസ്സിൻ്റെ അനന്തര ഫലങ്ങളാണ്. അതുകൊണ്ട് സ്ട്രെസ്സിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് അൺഐഡൻറ്റിഫൈഡ് റെസ്പോൺസ് ടു ദ അൺഐഡൻറ്റിഫൈഡ് പ്രോബ്ലംസ് ഉള്ളതാണ്. പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കാത്തതായ കാര്യങ്ങൾ എന്ത് കാരണമാണെന്ന് പോലും വിശദീകരിക്കാനൊക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അനുഭവമാണ്. പ്രതികരിക്കാനായിട്ട് ഒക്കാത്ത ഒരവസ്ഥ, പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത ഒരവസ്ഥ, ഇതാകുന്നു ഇതിന് കൊടുക്കുന്ന ഒരു നിർവചനത്തിൻ്റെ വിവക്ഷ പോലും ഇങ്ങനെയാകുന്നു. അതുകൊണ്ട് എന്താണ് പ്രത്യേകമായിട്ട് സ്ട്രെസ്സിന് കാരണമാകുന്നത് എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുകയില്ല. സൈക്കോളജിയിൽ വെർജീന സാറ്റിർ ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ട്: ചിന്തകളും പ്രവൃത്തികളും എങ്ങനെയാകണം, അങ്ങനെയാകണം എന്ന വ്യക്തി തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടുന്നല്ലാതെ ഒന്നിനും ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ ഒരു ശോചനീയാവസ്ഥയാണ്. അതുകൊണ്ട് അധികമായ മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അവസ്ഥ ഈ തരത്തിലായിരിക്കും എന്ന് പ്രത്യേകമായും ഓർക്കേണ്ടതാണ്. ഇവിടെ ആന്തരികമായ ഒരു കാരണങ്ങൾ കൂടെ വ്യക്തിയുടെ ആളത്ത സവിശേഷത അനുസരിച്ച് അത് പ്രധാനമായിരിക്കും. ചില വ്യക്തികൾ പൊതുവെ സംഘർഷങ്ങളെ നേരിടുവാൻ കഴിവുള്ളവരായിരിക്കും. സംഘർഷം ഉളവാക്കുന്ന സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുവാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ച് അതിനുള്ള കഴിവ് അവർക്കില്ല. സ്ട്രെസ് ടോളറൻസ്
കുട്ടികളെ സംബന്ധിച്ച പരീക്ഷകളെക്കുറിച്ചുള്ള ഭയം, എന്നാൽ പരീക്ഷ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് നേരിടുവാനായിട്ട് പ്രാപ്തി നേടുന്നതായ ചില കുഞ്ഞുങ്ങളുമുണ്ട്. അതുകൊണ്ട് ടൈപ്പ് എ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമുള്ളവർ സംഘർഷം വർദ്ധിക്കുവാനായിട്ട് ഇടയാകുന്ന പ്രകൃതമുള്ളവരാണ്. കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വരുന്ന അവസരങ്ങളിൽ അമിതമായിരിക്കുന്ന ഒരു വല്ലാത്ത മാനസിക ആസക്തിയിൽ അവർ പെട്ടുപോകുക എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവരിൽ സംബന്ധിച്ച സംഘർഷം വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിത്വ ശൈലി മുഖാന്തരമായിത്തീരുന്നു. ചിലരെ സംബന്ധിച്ചുള്ള വ്യക്തിത്വത്തിൽ കാർക്കശ്യ സ്വഭാവമുള്ളതായ ആളുകളുണ്ട്. അവർ ഇത്തരത്തിൽ ഈ സംഘർഷത്തെ സമീപിക്കുമ്പോൾ വളരെ റിജിഡിറ്റി ആയിട്ട് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എത്തിച്ചേരുകയും യാതൊരുതരത്തിലുള്ളതായ മറ്റ് വ്യതിചലിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഫ്ലെക്സിബിൾ ആകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ആ റിജിഡിറ്റി കൂടെ തന്നെ അവർ മുമ്പോട്ട് പോകാനായിട്ട് അവരുടെ വൈകാരികമായിരിക്കുന്ന അനുഭവങ്ങൾ ആയിത്തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതായ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. ഇനിയും ഈ സംഘർഷങ്ങൾ നിൽക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, സ്ട്രെസ്സിന് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ വ്യക്തികൾ സ്വാഭാവികമായി പ്രതികരിക്കുന്ന പലതരത്തിലായിരിക്കാം. ചിലരെ സംബന്ധിച്ച് അവരെടുക്കുന്നത് അറ്റാക്ക് എന്നുള്ളതായ ഏറ്റുമുട്ടൽ, ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് ഏറ്റുമുട്ടുവാനായിട്ട് വ്യക്തി തയ്യാറാവുന്ന ഒന്നാമത്തെ ഒരു പ്രതികരണ അനുഭവമാണ് അറ്റാക്ക്. രണ്ടാമത് വിഡ്രോവലാണ്, പിന്മാറ്റം. ചില വ്യക്തികളെ സംബന്ധിച്ച് തനിക്ക് പ്രയാസമുണ്ടാകുന്നു, സമ്മർദ്ദമുണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതായ അനുഭവങ്ങൾ. 3, കോംപ്രമൈസാണ്. ഒത്തുതീർപ്പിൻ്റെ അനുഭവത്തിലേക്ക് പോകുവാൻ ചില സാധ്യമായിത്തീരുന്നു. മാന്യമായ പ്രശ്നപരിഹാരം, അല്ലെങ്കിൽ എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു, അതൊരുമിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിൽ മാറുവാനായിട്ട് സാധിക്കുന്നു. ജോലി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. അധികാരികളുമായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഒരു കോംപ്രമൈസിലേക്ക് പോകാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തേണ്ടതായ രീതികളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ടെൻഷനിൽ കൂടെ, മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു ചിന്തയും അത് അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാനായിട്ട് സാധിക്കണം. 2, സംഘർഷങ്ങളെ മുൻഗണനാക്രമത്തിൽ നമുക്ക് തന്നെ നിരത്തുവാൻ സാധ്യമല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൽ കൂടെയോ നമ്മുടെ സ്പിരിച്വൽ ടൂൾസ് വഴിയായി അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് വഴിയായി 1, 2, 3 ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കണം. 3, എൻ്റെ സംഘർഷങ്ങളെ എങ്ങനെയെങ്കിലും ലഘൂകരിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഒന്ന് പുനരാവിഷ്കരിക്കാനായിട്ട് സ്വയമേ സാധ്യമാകാത്ത അവസരങ്ങളിൽ കൗൺസിലേഴ്സിൻ്റെയോ അങ്ങനെയുള്ള ആളുകളുടെയോ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 4, നമ്മളിലൊക്കെ വികാരങ്ങൾ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിൽ അടഞ്ഞു കിടക്കുന്ന ഡിപ്പോസിറ്റഡ് ആയിരിക്കുന്ന വികാരങ്ങളെ പുറത്തേക്ക് ഒന്ന് ഒഴുകുവാനായിട്ട് നമുക്ക് അവസരം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു സംഭാഷണത്തിൽ കൂടെയല്ല, അടഞ്ഞു കിടക്കുന്നതായ, എന്നെ സംഘർഷങ്ങൾ ഉളവാക്കുന്നതായ ഞാൻ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ വികാരങ്ങൾ അത് എന്താണെന്നറിഞ്ഞുകൊണ്ട് അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യുവാൻ, അതൊന്ന് പോർ ഔട്ടാക്കുവാൻ, അതിനെ കഥാർസിസ് എന്ന് പറയും. അടഞ്ഞു കിടക്കുന്നതായ, പൂട്ടിയിട്ടപ്പെട്ടിരിക്കുന്നതായ വികാരങ്ങളെ തുറന്നു വിടുവാനായിട്ടുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ലഭിച്ചാൽ അത് വളരെ സമാധാനപരമായിരിക്കും. മറ്റു കാര്യം, യുക്തിരഹിതമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, ആശയങ്ങൾ അത് നമ്മളിൽ ഉളവായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഈ തരത്തിൽ നമുക്ക് തനിയെ സാധ്യമാകാത്ത അനുഭവങ്ങളിൽ നാം കൗൺസിലേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ ഒരു സഹായത്തോടു കൂടിയാകുന്നു ഇതിൽ നാം ഓവർകം ചെയ്യേണ്ടത്. മറ്റൊന്ന്, നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു സ്വയം മതിപ്പ്, സെൽഫ് എസ്റ്റീം എത്രമാത്രമുണ്ട് എന്ന്
നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് വളരെ ആഴമേറിയതായ മാനസിക സമ്മർദ്ദത്തിൽ കൂടെ പോകുന്ന വ്യക്തികളിൽ അവരുടെ സെൽഫ് എസ്റ്റീം, വാല്യൂ, തങ്ങളെക്കുറിച്ചുള്ളതായ അവരുടെ മതിപ്പ് വളരെ കുറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ കൗൺസിലിങ്ങിനും മറ്റും വരുമ്പോൾ വളരെയധികം സമ്മർദ്ദത്തിൽ കൂടെ പോകുന്ന വ്യക്തികളെ നാം വിലയിരുത്തുമ്പോൾ അവരിലൊരു സ്വയം മതിപ്പ് വെളിവാകുന്ന രീതികൾ വളരെ കുറവാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ശാരീരികമായിരിക്കുന്ന അനുഭവങ്ങൾ, മാനസികമായിരിക്കുന്ന ചിന്താശക്തികൾ, തങ്ങളെക്കുറിച്ചും തങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് കാണുന്നതായ കാഴ്ചപ്പാടുകളും ഈ സമൂഹത്തെയും ലോകത്തെയും കാണുന്ന കാഴ്ചപ്പാടുകളും വളരെ വിപരീതമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ പോകുന്നതായ വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ ധാരണകളും വിശ്വാസങ്ങളും എല്ലാം ശരിയാണെന്നും ചിന്തിച്ച് അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മാറ്റവും വലിയ പ്രയാസമായി തീരാറുണ്ട്. മറ്റൊന്ന്, സ്വയ കേന്ദ്രീകൃതമായിരിക്കും വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉൾക്കൊണ്ടപ്പെടുന്ന വ്യക്തികൾ കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുമായി പങ്കിട്ട് മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കുവാനോ അവർ തയ്യാറാകുകയില്ല. തങ്ങളുടെ ഭാഗം മാത്രം ശരിയെന്ന് പറഞ്ഞ് അതിൽ തന്നെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തനിക്കുണ്ടായ വീഴ്ചകളെല്ലാം ന്യായീകരണം താൻ ഉൾപ്പെടുന്നതായ മറ്റുള്ള വ്യക്തിബന്ധങ്ങളിലോ സാഹചര്യങ്ങളെയോ ഒക്കെ പഴിചൊല്ലുവാനായിട്ട് അവരാഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ സംഘർഷത്തിൻ്റെ ആധിക്യമുണ്ടാകുമ്പോൾ പൊതുവെ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല. കൂടുതലും അവരവരിൽ തന്നെ കഴിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ സംഘർഷ നടുവിൽ വിമോചനം പ്രാപിക്കണമെങ്കിൽ ഈ ഒരു മേഖലകളെക്കുറിച്ചുള്ളതായ ആഴമേറിയ ചിന്ത നമുക്ക് ആവശ്യമാണ്. ഞാൻ എങ്ങനെയാകുന്നു എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ എന്നെക്കുറിച്ച് വളരെ മോശമായി, വളരെ നെഗറ്റീവായി, വളരെ മൂല്യമില്ലാത്ത വ്യക്തിയെ ചിന്തിക്കുമ്പോൾ എന്നിലെ സംഘർഷത്തിൻ്റെ അവസ്ഥകൾ കൂടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നാം കണ്ടെത്തണം. ദൈവമായുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവം എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തോടെങ്കിലും യഥാർത്ഥമായ ഹൃദയം ഒന്ന് തുറന്ന് പ്രാർത്ഥിപ്പാൻ, ഒന്നും തന്നെ അവശേഷിക്കാതെ സകലതും ദൈവത്തിനു മുമ്പാകെ ഒന്ന് പങ്കുവെക്കുവാനായിട്ട് അനുഭവങ്ങൾ. മറ്റൊന്ന്, വേദനയുടെ, സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ വിഷാദാനുഭവങ്ങളിൽ കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ള സ്നേഹിതരിൽ നിന്നൊക്കെ ലഭിക്കേണ്ടതായ പ്രോത്സാഹനങ്ങൾ അതെനിക്ക് ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? അത് ലഭിക്കാൻ തക്കവണ്ണം ആ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതായ ആ ബന്ധങ്ങളെ ശക്തമാക്കുന്ന അനുഭവങ്ങളെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 3, ഈ സംഘർഷം ഒഴിയണമെങ്കിൽ നമ്മൾ ശാരീരികമായ ഒരു ഫിസിക്കൽ എക്സസൈസ്, വ്യായാമം ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ നമുക്കിടയായാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ക്രോണിക്കായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ ഘട്ടത്തിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാരണയിൽ ശാന്തമാക്കുന്ന മനസ്സിൽ ദൈവവിചാരത്തിൽ ശാന്തമായി ഇഷ്ടമുള്ള സ്ഥലത്ത് അല്പനേരം പോയിരുന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലാക്സ് ചെയ്ത് റിലാക്സേഷൻ രീതികൾ നാം അത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ല പുഷ്പങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പൂന്തോട്ടങ്ങൾ പണി ചെയ്യുന്നതായ, കൃഷിയിടങ്ങളാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ, പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ് താല്പര്യമാണെങ്കിൽ അതൊക്കെ ചെയ്യുവാൻ, സംഘർഷങ്ങളെ ഒഴിവാക്കുന്ന മേഖലകളെ കണ്ടെത്താൻ സാധിക്കണം. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആത്മീയത നമ്മെ ഒത്തിരി ബലപ്പെടുത്തുന്നതാണ്. എത്രമാത്രം മനസ്സ് തകർന്നു പോകുന്നുവോ, ക്ഷീണിച്ചു പോകുന്നുവോ, നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ്. ദൈവത്തോട് മറച്ചു വയ്ക്കുവാനായിട്ടൊന്നുമില്ല. സകലതും ദൈവത്തോട് പറയുവാനായിട്ടിടയായിത്തീരണം. അതോടൊപ്പം ദൈവവചനത്തിലുള്ളതായ നമ്മുടെ ആശ്രയത്വം, പ്രാർത്ഥനയിലുണ്ടാകുന്ന നമ്മുടെ വിശ്വാസം, അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു ആത്മീയ സുഹൃത്ത്, ഇതൊക്കെ ഇന്നിൻ്റെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഇവിടെ തീവ്രമായിരിക്കുന്ന ഈ സംഘർഷങ്ങളിലൊക്കെ നടുവിൽ നാം പൂണ്ടുപോകാതെ, ഭാരപ്പെട്ട വിഷമിച്ചു പോകാതെ, ദൈവം എന്നെ അറിയുന്നു എന്നുള്ള നിശ്ചയത്തോടു കൂടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയും നാം ഒന്ന് വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് എവിടെയാകുന്നു
പാകപ്പിഴകൾ എവിടെയാണ് ഞാൻ മാറേണ്ടത്, അതിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കണം. 42-ാം സങ്കീർത്തനത്തിൽ കോരേഹ് പുത്രന്മാർ പ്രാർത്ഥിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, മാനീർത്തോടുകളിൽ ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇതാ നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ചോദിക്കുന്നു. നല്ല മനോഹരമായ സങ്കീർത്തനമാണ്. എന്നാൽ ആ സങ്കീർത്തന അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ തന്നെ പറയുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ വന്ന് സംഭവിച്ചതായ വികാരങ്ങളുടെ വിസ്ഫോടനത്തിൻ്റെ കാര്യം ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ വേദനയുടെ നൊമ്പരത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ശാന്തമായ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ ഒന്നും സംഭവിക്കുകയില്ല എന്നും നൽകി തന്ന ദൈവം ഇതിനപ്പുറമായി നൽകാൻ ശക്തനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും പങ്കുവെച്ചതായ ഈ ഒരു വിഷയത്തിൽ കൂടെ ധൈര്യം നൽകട്ടെ. ദൈവാനുഗ്രഹം നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു.